വെയിൽ ഓഫ് ആരനിലെ കരിങ്കല്ലുകൾ നിറഞ്ഞ ശൂന്യമായ മലനിരകളിൽ കോടമഞ്ഞ് ഒരു പുതപ്പുപോലെ മൂടിക്കിടക്കുകയായിരുന്നു. തണുത്തുറഞ്ഞ കാറ്റ് അവളുടെ എല്ലുകളെ തുളച്ചുകയറുമ്പോഴും ദിവസങ്ങളായി ഭക്ഷണമോ വിശ്രമമോ ഇല്ലാതെ അലയുന്ന റഹന തളർന്നിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ ഭയത്തേക്കാൾ വലിയൊരു വാശിയായിരുന്നു. അകലെ കനത്ത മൂടൽമഞ്ഞിനിടയിൽ കൂറ്റൻ ചിറകുകളുടെ അനക്കം അവൾ കേട്ടു. വന്യനായ ഷീപ്പ് സ്റ്റീലർ എന്ന ഡ്രാഗൺ ഒരു ചെമ്മരിയാടിനെ ചുട്ടെടുത്തു തിന്നുകയാണ്. ആ മാംസം കരിയുന്ന രൂക്ഷഗന്ധവും ആ മൃഗത്തിന്റെ ഭയാനകമായ ശ്വാസോച്ഛ്വാസവും ആ അന്തരീക്ഷത്തെയാകെ വിറപ്പിച്ചു. ഓരോ ചുവടുവയ്ക്കുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് കൂടിവന്നു. ഭയത്താൽ വിറയ്ക്കുന്ന കാലുകളോടെ അവൾ ആ വലിയ മൃഗത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് അവൾ ആ ഡ്രാഗണിന്റെ പുറത്തേക്ക് കയറിപ്പറ്റി. പെട്ടെന്ന് ആകാശം പിളരുന്ന ഒരു അലർച്ചയോടെ ഷീപ്പ് സ്റ്റീലർ മുകളിലേക്ക് പറന്നുയർന്നു. കാറ്റിന്റെ ഇരമ്പലിൽ അവളുടെ നിലവിളികൾ മുഴങ്ങിക്കേട്ടു. അതേസമയം കിങ്സ് ലാൻഡിംഗിലെ റെഡ് കീപ്പിന്റെ മുകൾനിലകളിൽ അസാധാരണമായ ഒരു പരിഭ്രാന്തി പടർന്നുപിടിച്ചിരുന്നു. കിങ് ഏഗോണിനെ കാണാനില്ലെന്ന വാർത്ത കോട്ടയിലെ ഓരോ കൽച്ചുവരുകളിലും ഒരു മരവിപ്പായി പടർന്നു. രാജാവിനെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച് പ്രകോപിതനായ ഏമോൺ ടാർഗറിയൻ അർദ്ധരാത്രിയിൽ ഗ്രാൻഡ് മെയ്സ്റ്റർ ഓർവൈലിനെ അയാളുടെ ശയനമുറിയിൽ നിന്ന് ക്രൂരമായി വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന ആ വൃദ്ധന്റെ കഴുത്തറുക്കാൻ ഏമോണ്ട് വാളോങ്ങിയ ആ നിമിഷം ലാരിസ് സ്ട്രോങ്ങും കോട്ടയിൽ നിന്ന് അപ്രത്യക്ഷനായെന്ന വാർത്തയുമായി ഒരു കാവൽക്കാരൻ അവിടേക്ക് ഓടിയെത്തി. ആ വാർത്ത ഓർവൈലിന്റെ ജീവൻ താൽക്കാലികമായി രക്ഷിച്ചു. തലസ്ഥാനത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് വളരെ അകലെ കൂരിരുട്ട് നിറഞ്ഞതും വിജനവുമായ ഒരു കാട്ടുപാതയിലൂടെ കുതിരകൾ വലിക്കുന്ന ജീർണിച്ച ഒരു പഴയ കാക്കവണ്ടിക്കുള്ളിൽ ഒളിച്ചിരുന്ന കിങ് ഏഗോണും ലാരിസ് സ്ട്രോങ്ങും തങ്ങളുടെ രഹസ്യയാത്ര തുടരുകയായിരുന്നു. കുതിരകളുടെ കുളമ്പടികൾ, ആ മൺപാതയിൽ പതിക്കുന്ന താളം അവരുടെ ഹൃദയമിടിപ്പിന്റെ വേഗത വർദ്ധിപ്പിച്ചു. വർഷങ്ങളായി വൃത്തിയാക്കാത്ത ആ വണ്ടിക്കുള്ളിൽ കുതിരകളുടെ വിയർപ്പിന്റെയും അഴുകിയ തടിയുടെയും കാക്കക്കാഷ്ടത്തിന്റെയും ഓക്കാനം വരുന്ന രൂക്ഷഗന്ധം തളം കെട്ടിനിന്നു. ഈ യാത്രയിൽ ലാരിസ് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നപ്പോൾ മറുഭാഗത്തെ രാജാവിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ ആ വഴിയിലൂടെ വണ്ടി ഓരോ തവണ ആടിയുലയുമ്പോഴും തീപ്പൊള്ളലേറ്റ കിങ് ഏഗോണിന്റെ ശരീരത്തിൽ പറഞ്ഞറിയിക്കാനാവാത്ത വേദന മിന്നൽ പോലെ പാഞ്ഞു. താൻ കാക്കക്കാഷ്ടം നിറഞ്ഞ സിംഹാസനത്തിലിരിക്കുന്ന വെറുമൊരു ശൂന്യനായ രാജാവാണെന്ന് അതിയായ സങ്കടത്തോടെയും നിരാശയോടെയും ലാരിസിനോട് പറഞ്ഞു. ആ വാക്കുകളിൽ ഒരു രാജാവിന്റെ പതനത്തിന്റെ മുഴുവൻ ഭാരവുമുണ്ടായിരുന്നു. അവരുടെ ആ നിരാശ നിറഞ്ഞ സംസാരത്തിനിടയിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്ന് പുറത്ത് കുതിരകളുടെ കുളമ്പടി ശബ്ദം നിലച്ചു. വഴിതെറ്റിവന്ന ഒരു കൂട്ടം സൈനികർ അവരുടെ വണ്ടി തടഞ്ഞു നിർത്തി. ആയുധമേന്തിയ ഒരു സൈനികൻ വണ്ടിയുടെ അടുത്തേക്ക് വേഗത്തിൽ ഓടിവന്നു. അധികാരത്തിന്റെ യാതൊരു ചിഹ്നങ്ങളുമില്ലാത്ത ആ യാത്രക്കാരെ നോക്കി കിരീടാവകാശിയായ കിങ് ഏഗോണിനെ തള്ളിപ്പറയാനും തങ്ങളുടെ ഏകരാജ്ഞിയായ ക്വീൻ റേനിറായോട് വിശ്വസ്തത പ്രഖ്യാപിക്കാനും അവർ ക്രൂരമായ ശബ്ദത്തിൽ ആജ്ഞാപിച്ചു. പുറത്തെ അപകടം കൃത്യമായി മനസ്സിലാക്കിയ ലാരിസ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒട്ടും മടിക്കാതെ പെട്ടെന്നുതന്നെ അവർക്കു മുന്നിൽ മുട്ടുകുത്തി. എന്നാൽ കടുത്ത വേദനയിലും അഭിമാനിയായ രാജാവ് തന്റെ പേരുപേക്ഷിക്കാൻ തയ്യാറായില്ല. ഏഗോന്റെ ഈ പിടിവാശി തങ്ങളുടെ എല്ലാവരുടെയും ജീവൻ എടുക്കുമെന്ന് മനസ്സിലാക്കിയ ലാരിസ് ഒട്ടും സമയം കളയാതെ ഏഗോണിന്റെ യഥാർത്ഥ വ്യക്തിത്വം ആ സൈനികരോട് വിളിച്ചു പറഞ്ഞു. ജീവനില്ലാത്തൊരു രാജാവിന്റെ അറുത്തുമാറ്റിയ തലയേക്കാൾ ജീവനോടെയുള്ള ഒരു രാജാവിനെ ശത്രുക്കൾക്ക് കൈമാറിയാൽ ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ച് ലാരിസ് സൈനികരോട് വിളിച്ചു പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട സൈനികരുടെ കണ്ണുകളിൽ അത്ഭുതവും അത്യാർത്തിയും തിളങ്ങുന്നത് വ്യക്തമായി കാണാമായിരുന്നു. തങ്ങളുടെ കൈകളിൽ വന്നുചേർന്ന ഈ വലിയ നിധിയുടെ മൂല്യം കൃത്യമായി തിരിച്ചറിഞ്ഞ ആ സൈനിക തലവൻ ഒട്ടും സമയം പാഴാക്കാതെ അവരെ ഉടൻ തന്നെ ഡസ്കൻഡേലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഡ്രാഗൺ സ്റ്റോണിലെ ചാമ്പർ ഓഫ് ദ പെയിന്റഡ് ടേബിളിൽ ഭയാനകമായൊരു നിശബ്ദത തളംകെട്ടി നിന്നിരുന്നു. ഭിത്തികളിൽ എരിയുന്ന വലിയ തീപ്പന്തങ്ങളിൽ നിന്നുള്ള ചുവന്ന വെളിച്ചം, മേശപ്പുറത്തെ ഭൂപടത്തിൽ രക്തത്തിന്റെ നിറമുള്ള നിഴലുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്ന ആ മുറിയിൽ ക്വീൻ റെനേറ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. ആലിസൺ ഹൈടവർ മുന്നോട്ടുവച്ച സമാധാന ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകൾ അവൾ വളരെ പതുക്കെ എന്നാൽ വ്യക്തമായി തന്റെ സഭാംഗങ്ങളോട് പറഞ്ഞു. വഗറിന്റെ പുറത്തേറി ഏമോണ്ട് ഉടൻ തന്നെ റിവർലാൻഡ്സിലേക്ക് പറക്കുമെന്നും അവിടെ കാത്തിരിക്കുന്ന കോളിനൊപ്പം അവൻ യുദ്ധത്തിൽ പങ്കുചേരുമെന്നും അവൾ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. ആ വലിയ ഡ്രാഗൺ തലസ്ഥാനത്തുനിന്ന് മാറിനിൽക്കുന്ന ആ സുവർണാവസരത്തിൽ ആലിസന്റ് തങ്ങൾക്കായി റെഡ് കീപ്പിന്റെ ഭാരമേറിയ വലിയ ഇരുമ്പുവാതിലുകൾ മലർക്കെ തുറന്നിടുമെന്ന് അവൾ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടയുടനെ ആ മുറിയിലെ അന്തരീക്ഷം വല്ലാതെ മാറിമറിഞ്ഞു. സ്വന്തം മകനായ ഏഗോണിനെ ഒരമ്മ എങ്ങനെയാണ് ശത്രുവിന്റെ കൈകളിലേക്ക് ജീവനോടെ എറിഞ്ഞുകൊടുക്കുക എന്ന് വലിയ ദേഷ്യത്തോടെ ജേസ് ചോദിച്ചു. ഇത് തങ്ങളുടെ ജാഗ്രത കുറയ്ക്കാനും പ്രതിരോധം പൂർണ്ണമായും ദുർബലപ്പെടുത്താനും വേണ്ടി ഹൈടവറുകൾ വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു കെണിയാണെന്ന് അവൻ അതിശക്തമായി പറഞ്ഞു. ശത്രുക്കളുടെ ഈ വ്യാജ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ആയുധം താഴെവെക്കുന്നത് വലിയ വിഡ്ഢിത്തമാണെന്ന് സഭാംഗങ്ങളും ഏകസ്വരത്തിൽ അവളോട് പറഞ്ഞു. വർഷങ്ങളായി തന്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതികാരത്തിന്റെ തീജ്വാലകൾ അവളുടെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. തന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഏഗോണിന്റെ തലനിർദ്ദയം അറുത്തുമാറ്റുമെന്നും അവന്റെ ചുടുരക്തം വീണുകിടക്കുന്ന ആ വലിയ അയൺ ത്രോൺ താൻ സ്വന്തമാക്കുമെന്നും അവൾ വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. വലിയൊരു രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ തന്റെ പിതാവ് തനിക്ക് നൽകിയ കിരീടം തിരികെ ലഭിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അവളുടെ ഓരോ വാക്കുകളിലും നിറഞ്ഞുനിന്നിരുന്നു. യുദ്ധത്തിനുള്ള അവസാന വട്ട ഒരുക്കങ്ങൾക്കായി അവൾ പെട്ടെന്ന് ബയലായുടെ നേർക്ക് തിരിഞ്ഞു.
ഒട്ടും സമയം കളയാതെ വേഗത്തിൽ ഈ വിവരങ്ങൾ ഗള്ളറ്റിൽ കാത്തിരിക്കുന്ന ലോർഡ് കോർലിസിനെ അറിയിക്കണമെന്ന് അവൾ കർശനമായി പറഞ്ഞു. തങ്ങളുടെ ആയിരക്കണക്കിന് വരുന്ന സായുധരായ സൈനികരെ സുരക്ഷിതമായി തലസ്ഥാനത്തെത്തിക്കാൻ ആവശ്യമായത്രയും വലിയ കപ്പലുകൾ ഉടൻ തന്നെ തയ്യാറാക്കി നിർത്തണമെന്ന് കോർലിസിനോട് പറയണമെന്ന് അവൾ നിർദ്ദേശിച്ചു. കൃത്യം 2 ദിവസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ വമ്പൻ ഡ്രാഗൺകളുടെ പുറത്തേറി ആകാശത്തെ ഇരുട്ടിലാക്കിക്കൊണ്ട് അവർ നേരിട്ട് കിങ്സ് ലാൻഡിംഗിലേക്ക് പറക്കുമെന്നും ആ വലിയ നഗരം പൂർണ്ണമായും തങ്ങളുടെ കാൽക്കീഴിലാക്കുമെന്നും റനീറ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിന്റെ കൽച്ചുവരുകൾക്കുള്ളിലേക്ക് മടങ്ങിയെത്തിയ ആലിസന്റിന്റെ ഹൃദയമിടിപ്പിന് അസാധാരണമായ വേഗതയുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാവൽക്കാരൻ അവളുടെ അടുത്തേക്ക് വേഗത്തിൽ ഓടിവന്നത്. അയാൾ വളരെ ബഹുമാനത്തോടെ തലകുനിച്ചുകൊണ്ട് രാജാവിന് അവളെ ഉടൻ കാണണമെന്നും അത് ശയനമുറിയിലല്ല മറിച്ച് നേരിട്ട് ത്രോൺ റൂമിൽ തന്നെയാണെന്നും അയാൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞു. കനത്ത ഭാരത്തോടെ അവൾ ആ വലിയ മുറിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ ഭയന്ന കണ്ണുകൾ നേരെ മുന്നിലുള്ള ആ ഭയാനകമായ വാളുകൾ നിറഞ്ഞ സിംഹാസനത്തിലേക്ക് നീണ്ടു. അവിടെ യാതൊരു കിരീടധാരണമോ സഭയുടെ അനുമതിയോ ഇല്ലാതെ ആരുടെയും എതിർപ്പുകളെ വകവയ്ക്കാതെ ഈമണ്ട് ആ വലിയ അയൺ ത്രോണിൽ അധികാരത്തോടെ ഇരിപ്പുറപ്പിച്ചിരുന്നു. അവന്റെ ആ ഒറ്റക്കണ്ണിലെ തീക്ഷ്ണമായ നോട്ടം ആ ഇരുണ്ട വെളിച്ചത്തിലും അവളെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. അവൾ എന്തെങ്കിലും പറയുന്നതിനു മുൻപുതന്നെ ഏഗോൺ സിംഹാസനം ഉപേക്ഷിച്ചുവെന്ന നടുക്കുന്ന വാർത്ത അവൻ അവളോട് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ മരവിച്ചുപോയ അവൾ ഇതിന്റെ അർത്ഥമെന്താണെന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആ വെറുക്കപ്പെട്ട ലാരിസിനൊപ്പം അവൻ കിങ്സ് ലാൻഡിംഗ് വിട്ട് ഒളിച്ചോടിയെന്നും അവൻ വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. വേദന കൊണ്ട് അനങ്ങാൻ പോലുമാകാതെ കിടക്കയിലായിരുന്ന ഏഗോൺ എങ്ങനെ അവിടെ നിന്ന് പോകുമെന്നും എങ്ങോട്ടാണ് പോയതെന്നും അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഒട്ടും സമയം കളയാതെ ഒരു അന്വേഷണ സംഘത്തെ അയക്കണമെന്നും അവനെ ഉടൻ കണ്ടുപിടിക്കണമെന്നും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ ആ വാക്കുകളെ തീർത്തും അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അമ്മ എവിടെയായിരുന്നു എന്ന് ഈമോണ്ട് അവളോട് വളരെ സംശയത്തോടെ ചോദിച്ചു. ഈ ചോദ്യം കേട്ട മാത്രയിൽ അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തനിക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ താൻ കിങ്സ്വുഡിൽ വിശ്രമിക്കുകയായിരുന്നു എന്ന് തന്റെ പരിഭ്രാന്തി പുറത്തു കാണിക്കാതെ അവൾ അവനോട് പറഞ്ഞു. തന്റെ രഹസ്യയാത്രയുടെ സത്യം അവൻ കണ്ടുപിടിക്കുമോ എന്ന് ഭയന്ന അവൾ പെട്ടെന്ന് തന്നെ സംസാരവിഷയം മാറ്റാനായി ശ്രമിച്ചു. ഹാരൻഹല്ലെ കാര്യങ്ങൾ എന്തായെന്നും നീയും നിന്റെ വലിയ ഡ്രാഗണായ വേഗറും കൂടി സർ ക്രിസ്റ്റനൊപ്പം ചേർന്ന് ഡേമോണിനെ നേരിടാൻ പോകുകയായിരുന്നില്ലേ എന്നും അവൾ അവനോട് ചോദിച്ചു. എന്നാൽ ഏഗോൺ ഒളിച്ചോടിയതുകൊണ്ട് നഗരത്തെ സംരക്ഷിക്കാൻ തനിക്ക് ഇവിടെ നിന്നേ മതിയാകൂ എന്ന് അവൻ തീർത്തു പറഞ്ഞു. അവൻ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവളുടെ പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിച്ചു. സഹായത്തിനായി ഒരു വലിയ സൈന്യം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞു. ലോർഡ് ഓർമണ്ടും അദ്ദേഹത്തിന്റെ 10,000 വരുന്ന ഹൈടവർ സൈനികരും മാൻഡറിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും അവർക്കൊപ്പം ഡയറോണും അവന്റെ വലിയ ഡ്രാഗണുമുണ്ടെന്നും അവൻ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. അതിനുപുറമെ സീസ്നേക്കിന്റെ നാവികസേനയേക്കാൾ 3 ഇരട്ടി വലുപ്പമുള്ള വലിയൊരു ട്രയാർക്കി സൈന്യത്തെ താൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ഏതു നിമിഷവും ശത്രുക്കളുടെ ഉപരോധം തകർക്കുമെന്നും അവൻ വലിയ ആത്മവിശ്വാസത്തോടെ അവളോട് പറഞ്ഞു. തങ്ങൾ കുറച്ചു സമയം കാത്തിരുന്നാൽ മാത്രം മതിയെന്നും അവൻ പറഞ്ഞു. ഈ വലിയ യുദ്ധനീക്കങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ആലിസന്റിന് താൻ നിൽക്കുന്ന കൽത്തറ പിളർന്നു താഴേക്ക് പോകുന്നതുപോലെ തോന്നി. റെനീറായുമായി താൻ രഹസ്യമായി ഉണ്ടാക്കിയ സമാധാന ഉടമ്പടിയും നഗരം വിട്ടുനൽകാമെന്ന വാഗ്ദാനവും പൂർണ്ണമായും നശിച്ചുവെന്നും ഇനി ഒരിക്കലും തടയാനാവാത്ത ഒരു വലിയ രക്തച്ചൊരിച്ചിൽ ഈ നഗരത്തിൽ നടക്കുമെന്നും അവൾ അതിയായ ഭയത്തോടെയും നിരാശയോടെയും തിരിച്ചറിഞ്ഞു. റിവർലാൻഡ്സിലെ ഇരുളടഞ്ഞതും ചോരയുടെ ഗന്ധം വമിക്കുന്നതുമായ യുദ്ധഭൂമിയിൽ പകലിന്റെ അവസാന വെളിച്ചം മാഞ്ഞു തുടങ്ങുന്ന ആ ചോരച്ചുവപ്പുള്ള സായാഹ്നത്തിൽ ദാരുണമായ കൂട്ടക്കുരുതി നടക്കുകയായിരുന്നു. കാറ്റിൽ പറക്കുന്ന കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം അവിടെയാകെ നിറഞ്ഞുനിന്നു. പടിഞ്ഞാറൻ ആകാശത്തെ ചുവപ്പിനെ വെല്ലുന്ന രീതിയിൽ എരിയുന്ന പന്തങ്ങളുടെ അവ്യക്തമായ വെളിച്ചത്തിൽ ചോരപുരണ്ട വാളുമായി നിൽക്കുന്ന ഡേമൺ ടാർഗറിയൻ സാക്ഷാൽ ഒരു മരണദൂതനെപ്പോലെ തോന്നിപ്പിച്ചു. ഭയന്നു വിറയ്ക്കുന്ന ലാനിസ്റ്റർ സൈന്യത്തെ നിഷ്കരുണം വെട്ടിനുറുക്കിയ ശേഷം ആ ചോരക്കളത്തിലൂടെ നടക്കുമ്പോൾ അയാളുടെ കാലടികൾ ചതുപ്പിൽ ആഴത്തിൽ പതിയുന്നുണ്ടായിരുന്നു. വായുവിൽ പടരുന്ന രോഗാണുക്കളെ ഇല്ലാതാക്കാൻ ചിതറിക്കിടക്കുന്ന ശവശരീരങ്ങൾ കത്തിച്ചുകളയാൻ അവൻ തന്റെ ഡ്രാഗണായ കാരക്സസിനോട് കൽപ്പിച്ചു. ആ സമയത്താണ് പരിഭ്രാന്തരായ കുറച്ച് റിവർലോഡ്സ് അവന്റെ അടുത്തേക്ക് വേഗത്തിൽ ഓടിയെത്തിയത്. തങ്ങളുടെ വാളുകൾ താഴെവെച്ച് വലിയ ആവേശത്തോടെയും ഒപ്പം ഭയത്തോടെയും തങ്ങളുടെ ഡ്രാഗൺ ക്വീനിനു വേണ്ടി മരിക്കാൻ തങ്ങൾ വന്നിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ തങ്ങളുടെ വിധേയത്വം തെളിയിക്കാനായി ഒരു വലിയ ഭാണ്ഡം അഴിച്ചു. അതിൽ ജേസൺ ലാനിസ്റ്ററിന്റെ അറുത്തുമാറ്റിയ ചോരയൊലിക്കുന്ന തലയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭയാനകമായ കാഴ്ച കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിന്ന ഡേമൺ അത് സ്വീകരിച്ചു. ആ അറുത്തുമാറ്റിയ തലയിലേക്ക് നോക്കിക്കൊണ്ട് വളരെ നല്ലതെന്നും നമുക്ക് വേട്ടയാടാൻ ഇനിയും സിംഹങ്ങളുണ്ടെന്നും അവൻ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. തന്റെ ഇരട്ട സഹോദരനായ ടൈലാൻഡ് നിലവിൽ ഗളറ്റിലേക്ക് കപ്പൽ കയറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ മരണവാർത്ത അറിയുമ്പോൾ ടൈലാൻഡ് ലാനിസ്റ്ററിന്റെ സമനില പൂർണ്ണമായും തെറ്റുമെന്നും അവൻ വളരെ തണുത്ത സ്വരത്തിൽ അവരോട് പറഞ്ഞു. ക്രൗൺലാൻഡ്സിലെ കൊടുങ്കാടിനുള്ളിൽ മരവിപ്പിക്കുന്ന തണുപ്പും അഴുകിയ ഇലകളുടെ ഗന്ധവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സർ ക്രിസ്റ്റൻ കോളും അയാളുടെ അവശേഷിക്കുന്ന സൈനികരും ഒളിച്ചിരിക്കുകയായിരുന്നു. ദൂരെ സൈനികരുടെ അലർച്ചകളും ഗ്രാമങ്ങളിൽ നിന്നുള്ള നിസ്സഹായരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹൃദയം പിളർക്കുന്ന നിലവിളികളും ആ കാടിന്റെ നിശബ്ദതയെ ഭയാനകമാംവിധം ഭേദിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ സകല അച്ചടക്കവും നഷ്ടപ്പെട്ട ആ ഗ്രീൻ സൈനികർ
പൂർണ്ണമായും മൃഗീയമായ അവസ്ഥയിലേക്ക് മാറിയിരുന്നു. ആ സമയത്താണ് സർ ഗ്വെയിൻ അവിടേക്ക് വേഗത്തിൽ ഓടിയെത്തിയത്. അയാൾ വളരെ ബഹുമാനത്തോടെ സുപ്രഭാതം എന്നു പറഞ്ഞുകൊണ്ട് പ്രിൻസ് ഈമോണ്ടിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്ന് ലോർഡ് ഹാൻഡനോട് ചോദിച്ചു. ഇതുവരെ ഒന്നുമില്ലെന്ന് തന്റെ മുന്നിലിരിക്കുന്ന പരിചയിൽ ചോരയുടെ നിറമുള്ള ചായം തേക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൾ വളരെ നിസ്സംഗതയോടെ പറഞ്ഞു. അവനും വലിയ ഡ്രാഗണായ ഭാഗറും ആൻഡ്ലർസിൽ വെച്ചുതന്നെ തങ്ങളോടൊപ്പം ചേരേണ്ടതായിരുന്നുവെന്നും മുൻപോട്ടു പോകുന്ന ഓരോ നിമിഷവും തങ്ങളുടെ സൈന്യം വലിയ അപകടത്തിലാണെന്നും ഗ്വെയിൻ പറഞ്ഞു. അവൻ വന്നേ തീരൂ എന്ന് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കോൾ പറഞ്ഞു. ഇത് കേട്ട് വല്ലാത്തൊരു അസ്വസ്ഥതയോടെ മറ്റൊരു കാര്യം കൂടിയുണ്ടെന്നും തങ്ങളുടെ സൈനികരിൽ ഒരാൾ ഒരു ഗ്രാമീണ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചത് താൻ നേരിട്ട് കണ്ടുവെന്നും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നും ഗ്വെയിൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്ക് വേണമെങ്കിൽ അവനെ തൂക്കിലേറ്റിക്കോളൂ എന്നും താൻ അവന്റെ ലോർഡ് കമാൻഡർ അല്ലെന്നും ആ നിലവിളികളോടും തന്റെ സൈന്യത്തിന്റെ മൃഗീയമായ കുറ്റകൃത്യങ്ങളോടും പൂർണ്ണമായ നിസ്സംഗത പാലിച്ചുകൊണ്ട് കോൾ പറഞ്ഞു. അവന് അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നും നമ്മൾ വെറും മൃഗങ്ങളല്ല, മറിച്ച് അഭിമാനമുള്ള നൈറ്റുകളും സൈനികരുമാണെന്ന് മറ്റ് സൈനികരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും ഗ്വെയിൻ അതിശക്തമായി പറഞ്ഞു. യുദ്ധത്തിന്റെ ഭീകരതകൾ കണ്ട് മനസ്സ് പൂർണ്ണമായും മരവിച്ചുപോയിരുന്ന കോൾ പതുക്കെ തലയുയർത്തി അവനെ നോക്കി. ചുറ്റുമൊന്നു നോക്കാനും ആ ഇരുണ്ട ആകാശത്തേക്കും ചക്രവാളത്തിലേക്കും നോക്കാനും സർ ഗ്വെയിനോട് കോൾ പറഞ്ഞു. സർവനാശവും തകർച്ചയും തങ്ങളെ ചൂഴ്ന്നു നിൽക്കുകയാണെന്നും തങ്ങളുടെ അവസാനത്തിനു മുൻപ് അവിടെയുള്ള എല്ലാവരും മൃഗങ്ങളായി മാറുമെന്നും അയാൾ വളരെ ശൂന്യമായ കണ്ണുകളോടെ പറഞ്ഞു. തങ്ങളുടെ തത്വങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ എന്ന് തന്റെ അവിശ്വാസം മറച്ചുവെക്കാതെ ഗ്വെയിൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദൂരെ ഗളറ്റിന്റെ തീരത്തിനടുത്ത് അണയാറായ ഒരു ചെറിയ ക്യാമ്പ് ഫയറിന്റെ മങ്ങിയ വെളിച്ചത്തിനു ചുറ്റും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഡ്രാഗൺ സവാരിക്കാരായ അൾഫും ആഡമും ഹ്യൂഗും ഭയവും ആകാംക്ഷയും നിറഞ്ഞ മുഖങ്ങളോടെ ഇരിക്കുകയായിരുന്നു. ഏതു നിമിഷവും ഭഗറിനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം വരുമെന്ന ചിന്ത അവരുടെ ശ്വാസഗതിയെ വേഗത്തിലാക്കിയിരുന്നു. ആ ഇരുട്ടിൽ മരക്കൊമ്പുകൾ കാറ്റിലുരയുന്ന ശബ്ദങ്ങൾക്കിടയിൽ ഉൾഫ് തന്റെ പുതിയ പദവിയെക്കുറിച്ച് അഹങ്കാരത്തോടെ സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് ഡ്രാഗണിന്റെ രക്തമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് കുട്ടിക്കാലത്തൊരു മെയ്സ്റ്റർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ച ആ ഭയാനകമായ ഓർമ്മകൾ അവൻ അവരോട് പറഞ്ഞു. അതേസമയം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നൈറ്റ് പദവികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഹ്യൂ ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു. ഏറെ നേരം ആ ഭയാനകമായ യാത്ര തുടർന്ന ശേഷം വലിയ ശബ്ദത്തോടെ ആ ഡ്രാഗൺ താഴെയിറങ്ങി തീർത്തും അവശയായ റേനായെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. തന്റെ ശരീരത്തിലെ അവസാന തുള്ളി ഊർജ്ജവും സംഭരിച്ച് വലീരിയനിൽ അതിനോട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പറക്കണമെന്ന് അവൾ പറഞ്ഞു. എന്നാൽ ആ വന്യമൃഗം അവളെ തിരിഞ്ഞുപോലും നോക്കാതെ വീണ്ടും ആകാശത്തേക്ക് പറന്നുയർന്നു. കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോകുകയാണെന്ന് തിരിച്ചറിഞ്ഞ ആലിസന്റ് ഭയത്തോടെ ഹെലേനയെ ചെന്നുകണ്ടു. ഈഗോൺ ഒളിച്ചോടുമെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ഹെലന ഒരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു. ആലിസന്റിന്റെ വിറയ്ക്കുന്ന കൈകളും പരിഭ്രാന്തമായ കണ്ണുകളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിയായ ഭയമുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട് തന്റെ ഉള്ളിലെ ഭയം എങ്ങനെയെങ്കിലും മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ട് ദൂരെ വലിയ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സർ ക്രിസ്റ്റനും സർ ഗ്വെയിനും എന്തു സംഭവിക്കുമെന്നോർത്തു മാത്രമാണ് തനിക്ക് വലിയ ഭയമുള്ളതെന്ന് ആലിസന്റ് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രാഗണായ ഭാഗറിനെ സ്വന്തമാക്കിയ ആ നിമിഷം മുതൽ ഈമോണ്ട് ഭയം എന്താണെന്ന് പൂർണ്ണമായും മറന്നിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ മരണത്തിന്റെ ആ തണുത്ത ഭയം അവനെ വീണ്ടും ശക്തമായി വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും അവൾ പറഞ്ഞു. ശത്രുപക്ഷത്തുള്ള റെയ്നീറായുടെ ഒന്നിലധികം ഡ്രാഗൺകൾക്ക് നേരെ ഒറ്റയ്ക്ക് യുദ്ധത്തിനു പോയാൽ അവിടെ തന്റെ മരണം ഉറപ്പാണെന്ന സത്യം അവന് കൃത്യമായി അറിയാമെന്ന് അവൾ പറഞ്ഞു. ഹെലനായുടെ ആ വാക്കുകൾ അലൈസന്റിന്റെ നെഞ്ചിൽ ഒരു വലിയ ഇരുമ്പുദണ്ട് വന്നിരിക്കുന്നതുപോലെയാണ് അനുഭവപ്പെട്ടത്. അവൻ ഇപ്പോൾ കാണിക്കുന്ന അഹങ്കാരവും കൊടും ക്രൂരതകളും കേവലം അവനുള്ളിലെ ഒളിച്ചുവെക്കപ്പെട്ട വലിയ ഭയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അത് ഈ നഗരത്തെ ഒന്നടങ്കം വലിയൊരു സർവനാശത്തിലേക്ക് തള്ളിവിടുമെന്നും അവൾ അതിയായ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഈ വലിയ വിനാശത്തിൽ നിന്നും തന്റെ നഗരത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഏതുവിധേനയും ആ വലിയ ഗ്രീൻ സൈന്യത്തിന്റെ മുന്നേറ്റം വൈകിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ലോർഡ് ഓർമണ്ടിന് നൽകാനായി അതിവിദഗ്ധമായൊരു വ്യാജ സന്ദേശം തയ്യാറാക്കി. മേശപ്പുറത്തെരിയുന്ന മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ആ വലിയ കടലാസിൽ അവൾ രാജാവിന്റെ മുദ്ര പതിപ്പിച്ചു. വിളിപ്പിച്ചു. തങ്ങളെ സഹായിക്കാനായി ലോർഡ് ഓർമണ്ട് തന്റെ ഹൈടവറിന്റെ സൈന്യവുമായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിരക്കാരനെക്കൊണ്ട് ഈ സന്ദേശം ഉടൻ തന്നെ അദ്ദേഹത്തിന് കൈമാറണമെന്നും അവൾ കർശനമായി പറഞ്ഞു. ഇത് രാജാവിന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണെന്ന് അവൾ അയാളുടെ കണ്ണുകളിൽ നോക്കി യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. ഉപ്പുകാറ്റടിക്കുന്ന ഗള്ളറ്റിന്റെ കടൽത്തീരത്ത് ഭീമാകാരമായ സീ സ്നേക്ക് എന്ന കപ്പലിന്റെ മരപ്പലകകൾ തിരമാലകളുടെ താളത്തിനനുസരിച്ച് ഞരങ്ങിക്കൊണ്ടിരുന്നു. ആ വലിയ കപ്പലിന്റെ ഇരുളടഞ്ഞ ക്യാബിനിൽ ലോർഡ് കോർലിസ് വെലാറിയോൺ തന്റെ മുന്നിൽ നിൽക്കുന്ന എലിൻ ഓഫ് ഹളിന് അത്യപൂർവമായ ഇബ്ബിൽ നിന്നുള്ള വീഞ്ഞു വെച്ചു നീട്ടി. എന്നാൽ അതൊരു അവിഹിത സന്തതിക്ക് നൽകുന്നത് പാഴാണെന്ന് പറഞ്ഞ് ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഏലിൻ ആ വാഗ്ദാനം നിരസിച്ചു. അവനോടും അവന്റെ സഹോദരനായ ആഡംനോടും വർഷങ്ങളോളം ഒരു പേരുപോലും നൽകാതെ അകലം പാലിച്ചതിന് ആ നിശബ്ദതയിൽ കോർലിസ് ഏറെ ബുദ്ധിമുട്ടി മാപ്പ് ചോദിച്ചു. അവർക്കിടയിലെ ആ അസ്വസ്ഥമായ സംസാരം പൂർത്തിയാകുന്നതിനു മുൻപേ കപ്പലിന്റെ മുകൾത്തട്ടിൽ നിന്ന് അപായമണികൾ മുഴങ്ങി. തന്റെ മുന്നിലെ ആ വലിയ കടലിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ സൈന്യത്തിന് എത്ര കരുത്തുണ്ടെന്ന് ലോർഡ് കോർലിസ് വളരെ ഗാംഭീര്യമുള്ള സ്വരത്തിൽ ചോദിച്ചു.
ഇതുവരെ 53 കപ്പലുകൾ എണ്ണിയെന്നും അവർ തങ്ങളെക്കാൾ വളരെ കൂടുതലാണെന്നും ഭയത്താൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ വലിയ വാർത്ത കേട്ടയുടനെ തന്റെ ചുറ്റും നിൽക്കുന്നവരോട് കപ്പലിലെ വലിയ തുഴകൾ വേഗത്തിൽ പുറത്തേക്കിറക്കാനും ഈ യുദ്ധവിവരം അറിയിക്കാനായി ഡ്രാഗൺസ്റ്റോണിലേക്ക് ഉടൻ തന്നെ കാക്കകളെ അയക്കാനും കോർലിസ് കർശനമായി പറഞ്ഞു. വലിയൊരു യുദ്ധത്തിന്റെ ഭയാനകമായ മണം ആ കപ്പലിലാകെ പടർന്നുപിടിച്ചു. വരുന്നത് ലാനിസ്റ്റർക്കളാണോ അതോ ഗ്രേജോയ്ക്കളാണോ എന്ന് വലിയ സംശയത്തോടെ അയാൾ ചോദിച്ചു. എന്നാൽ തങ്ങൾക്ക് നേരെ വരുന്നത് ക്രൂരരായ ട്രയാർക്കി നാവികസേനയാണെന്ന മറുപടി കേട്ടപ്പോൾ ആ വൃദ്ധനായ പോരാളിയുടെ കണ്ണുകളിൽ വലിയൊരു യുദ്ധക്കൊതി തിളങ്ങി. ഒട്ടും സമയം പാഴാക്കാതെ തന്റെ ഇരുമ്പുകൊണ്ടുള്ള പടച്ചട്ട ഉടൻ കൊണ്ടുവരാൻ അയാൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു. മറുവശത്ത് ഇരമ്പിയാർക്കുന്ന തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അതിവേഗം മുന്നേറുന്ന ഭീമാകാരമായ ട്രയാർക്കി കപ്പലിന്റെ മുകൾത്തട്ടിൽ വല്ലാത്തൊരു നിശബ്ദത തളംകെട്ടി നിന്നിരുന്നു. കനത്ത ഇരുമ്പു പടച്ചട്ടയണിഞ്ഞ ടൈലാൻഡ് ലാനിസ്റ്റർ ആ കപ്പലിന്റെ കമാൻഡറായ ഭയാനകമായ രൂപമുള്ള ഷാരക്കോ ലോഹാറിനോട് തന്റെ യുദ്ധതന്ത്രങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഈ വലിയ ബ്ലാക്ക് വാട്ടറിലേക്ക് കടക്കാൻ ഗള്ളറ്റിലൂടെ 3 വഴികളുണ്ടെന്നും അതിൽ ഏറ്റവും വലുത് ഡ്രിഫ്മാർക്കിന്റെ തെക്ക് ഭാഗത്താണെന്നും അയാൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. വെലാരിയോൺ നാവികസേനയുമായി വളരെ അടുത്ത യുദ്ധത്തിലേർപ്പെട്ടാൽ റെനേറയുടെ വമ്പൻ ഡ്രാഗൺകളുടെ ഭീഷണി ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും സ്വന്തം കപ്പലുകൾക്ക് നേരെ തീതുപ്പാൻ അവർക്ക് മടിയായിരിക്കുമെന്നും അയാൾ വളരെ തന്ത്രപരമായി പറഞ്ഞു. ആ തന്ത്രത്തെ പരിഹസിച്ചുകൊണ്ട് നിന്റെ രാജാവ് എന്തുകൊണ്ടാണ് നിന്നെ കപ്പലുകളുടെ പ്രഭുവാക്കിയതെന്ന് തനിക്കിപ്പോൾ മനസ്സിലായെന്ന് ലോഹാർ ഗർവോടെ പറഞ്ഞു. എന്നാൽ അവന്റെ കനത്ത പടച്ചട്ടയെ നോക്കിക്കൊണ്ട് നീ കടലിലെ വെള്ളത്തിൽ വീണാൽ ഈ കനത്ത ഇരുമ്പിന്റെ ഭാരം നിന്നെ വളരെ വേഗത്തിൽ ആ കടലിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൾ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ കടലിൽ വീഴാൻ പോകുന്നില്ലെന്നും ഈ യുദ്ധം തുടങ്ങുമ്പോൾ താൻ അണിഞ്ഞ ഈ പടച്ചട്ട തനിക്ക് വലിയ സഹായമാകുമെന്ന് ടൈലാൻഡ് ലാനിസ്റ്റർ അസ്വസ്ഥതയോടെ പറഞ്ഞു. ആ സമയത്താണ് സീസ്നേക്കിന്റെ കാവൽക്കാർ അപായമണികൾ മുഴക്കിയെന്ന വിവരം നൽകാനായി കപ്പലിലെ ഒരു കാവൽക്കാരൻ അവിടേക്ക് വേഗത്തിൽ ഓടിയെത്തിയത്. ആ പേരുകേട്ട മാത്രയിൽ 20 വർഷമായി അവനോടുള്ള അടങ്ങാത്ത വലിയ പക ലോഹാറിന്റെ കണ്ണുകളിൽ ആളിക്കെത്തി. അവന്റെ ഭയന്ന മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ അവൾ പെട്ടെന്ന് തന്നെ ഹാഫ്ജോനോട് അവന്റെ സൈന്യത്തെയും കൊണ്ട് ഡ്രാഗൺസ്റ്റോണിന്റെ വടക്കുള്ള വലിയ വഴിയിലൂടെ പോകാൻ കർശനമായി പറഞ്ഞു. എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന ടൈലാൻഡ് ലാനിസ്റ്ററിന്റെ പരിഭ്രാന്തി നിറഞ്ഞ ചോദ്യത്തിന് ലോർഡ് കോർലിസിന്റെ വലിയ കോട്ടയായ ഹൈടൈഡ് പൂർണ്ണമായും കത്തിച്ചു ചാമ്പലാക്കാനാണെന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നാവികസേനയുടെ മുഴുവൻ ശക്തിയും ഇവിടെത്തന്നെ ആവശ്യമാണെന്ന് അയാൾ വലിയ ഭയത്തോടെ പറഞ്ഞു. എന്നാൽ ഹൈടൈഡ് എന്നത് സാക്ഷാൽ സീസ്നേക്കിന്റെ സ്വന്തം സ്മാരകമാണെന്നും താൻ ഏറ്റവും വിലമതിക്കുന്ന ആ വലിയ കോട്ടയും അതിലെ നിധികളും കത്തിയമരുന്നത് കാണുമ്പോൾ അവന്റെ സമനില പൂർണ്ണമായും തെറ്റുമെന്നും അവനെ കൊല്ലാനുള്ള ആ വലിയ അവസരത്തിനായി മാത്രമാണ് താൻ ഈ യുദ്ധത്തിന് വന്നതെന്നും അവൾ വളരെ ക്രൂരമായ സ്വരത്തിൽ പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ഇരുണ്ട ആകാശത്തുനിന്ന് ഷീപ്പ് സ്റ്റീലർ തിരിച്ചെത്തിയിരുന്നു. തന്റെ വായിൽ പാതി വെന്ത ഒരു വലിയ ചെമ്മരിയാടിന്റെ മാംസം ആ മൃഗം അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു. പട്ടിണി കിടന്ന് ജീവൻ പോകുമെന്ന അവസ്ഥയിലായിരുന്ന അവൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആ ചുട്ടുപഴുത്ത മാംസം വലിച്ചുകീറി തിന്നാൻ തുടങ്ങി. ആ രക്തവും ചാരവും കലർന്ന മാംസത്തിലൂടെ ഒരു വന്യനായ ഡ്രാഗണും ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അവിടെ ജനിക്കുകയായിരുന്നു. ദൂരെ റീച്ചിൽ തിളങ്ങുന്ന വെള്ളിനിറമുള്ള പടച്ചട്ടയണിഞ്ഞ സുന്ദരനായ ലോർഡ് ഓർമണ്ട് തന്റെ പടനായകന്മാരുമായി യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ആ കത്ത് ലഭിച്ചത്. ഈമോണ്ടിനുവേണ്ടി കാത്തിരിക്കാൻ 3 ദിവസത്തേക്ക് സൈന്യത്തെ തടഞ്ഞു നിർത്താനായിരുന്നു ആ കത്തിലെ നിർദ്ദേശം. അവന് സംശയം തോന്നിയെങ്കിലും ആ ഉത്തരവനുസരിക്കാൻ അയാൾ തീരുമാനിച്ചു. അത് യഥാർത്ഥത്തിൽ രക്തച്ചൊരിച്ചിലില്ലാതെ കിങ്സ് ലാൻഡിങ്ങിനെ പിടിച്ചെടുക്കാൻ റെനേറയ്ക്ക് ലഭിച്ച ഒരു വലിയ സുവർണാവസരമായിരുന്നുവെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ഇതേസമയം റെഡ് കീപ്പിൽ എയ്മോണ്ടിനെ തലസ്ഥാനത്തുനിന്ന് മാറ്റാൻ ആലിസണ്ട് തന്ത്രപരമായി ശ്രമിക്കുകയായിരുന്നു. ഏഗോണിനെ സിംഹാസനത്തിലിരുത്താൻ താൻ നടത്തിയ ശ്രമങ്ങളെല്ലാം വലിയൊരു പരാജയമായിരുന്നുവെന്നും ഭരിക്കാൻ അവനെ പ്രാപ്തനാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും അവൾ വലിയ കുറ്റബോധത്തോടെ പറഞ്ഞു. എന്നാൽ നിന്റെ ജ്യേഷ്ഠന്റെ ആ ദൗർബല്യങ്ങൾ അവന്റേതു മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഈ വലിയ സാമ്രാജ്യത്തിന്റെ രാജാവാകേണ്ടിയിരുന്നത് നീ ആയിരുന്നുവെന്നും അവൾ വളരെ തന്ത്രപരമായി അവനോട് പറഞ്ഞു. നീ ആദ്യം ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഗതിയിലാകില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ അഹങ്കാരത്തെ മെല്ലെ തലോടി. തുടർന്ന് തങ്ങളുടെ മുന്നിലുള്ള ഈ വലിയ യുദ്ധത്തിൽ വിജയിക്കാൻ നീ ഉടൻ തന്നെ ഹരൻഹാളിലേക്ക് പോകണമെന്ന് അവൾ അവനോട് പറഞ്ഞു. എന്തിനാണ് താൻ അങ്ങോട്ട് പോകുന്നതെന്ന് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ ചോദിച്ചു. തീതുപ്പുന്ന ഡ്രാഗൺകളുടെ ആക്രമണത്തെപ്പോലും അതിജീവിച്ച വലിയൊരു കോട്ടയാണതെന്നും റെനേറയുടെ ആക്രമണം ഭയക്കുന്ന ഈ സാഹചര്യത്തിൽ കിങ്സ് ലാൻഡിംഗ് നിനക്കൊട്ടും സുരക്ഷിതമല്ലെന്നും അവൾ അവനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വലിയ യുദ്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്കും വലിയ ഭയമുണ്ടെന്നും ഭയപ്പെടുന്നത് ഒരു തെറ്റല്ലെന്നും അവൾ വളരെ മൃദുവായ സ്വരത്തിൽ അവനോട് പറഞ്ഞു. എന്നാൽ തന്റെ ശരീരം നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും തനിക്കൊട്ടും ഭയമില്ലെന്ന് അവൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. റെനേറ അവളുടെ പുതിയ ഡ്രാഗൺകളെ നിന്നെ തേടി ഇവിടേക്ക് അയക്കുമെന്നും അതിനാൽ ഉടൻ തന്നെ റിവർലാൻഡ്സിലേക്ക് പറന്ന് ഡേമൺ ടാർഗറിയനെ പുറത്തുകൊണ്ടുവരണമെന്നും അവൾ നിർദ്ദേശിച്ചു. അവന് ഒരൊറ്റ ഡ്രാഗൺ മാത്രമേയുള്ളൂവെന്നും
അവനെ കൊല്ലുന്നത് റെനീറയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നും അവൾ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. ഹരൻഹാളിൽ നീ പൂർണ്ണമായും സുരക്ഷിതനായിരിക്കുമെന്നും ഒരുപക്ഷെ താനും അവിടേക്ക് വരാമെന്നും അവൾ അവനോട് പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ തുടരുന്നത് നിശ്ചയമായും നിന്റെ മരണം ഉറപ്പാക്കുമെന്നും എന്നാൽ ഹരൻഹാളിലേക്കുള്ള യാത്ര അങ്ങനെയല്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ അവനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി. നീ വളരെ ധീരനാണെന്നും എന്നാൽ ഏഗോണിനെ നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് നിന്നെയും നഷ്ടപ്പെടാൻ കഴിയില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ താൻ പൂർണ്ണമായും തകർന്നുപോകുമെന്നും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനോട് പറഞ്ഞു. പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ അവൻ മുന്നോട്ടാഞ്ഞ് അവളുടെ ചുണ്ടുകളിൽ അതിശക്തിയായി ചുംബിച്ചു. സ്വന്തം മകനിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിതമായ ചുംബനം അവളെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിച്ചു. അവളുടെ ഉള്ളിൽ വലിയൊരു വെറുപ്പ് വന്നുവെങ്കിലും അവനെ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കാതിരിക്കാൻ അവൾ തന്റെ വലിയ വെറുപ്പ് പൂർണ്ണമായും മറച്ചുവെക്കുകയും അവനെ നോക്കി സ്നേഹം നടിച്ചുകൊണ്ട് പുഞ്ചിരിക്കുകയും ചെയ്തു. റിവർലാൻഡ്സിനെ പൂർണ്ണമായും കീഴടക്കിയ ശേഷം ഹരൻഹാളിൽ അമ്മയ്ക്കുവേണ്ടി താനൊരു വലിയ വിരുന്നു നടത്തുമെന്ന് അവൻ വലിയ ആവേശത്തോടെ അവളോട് പറഞ്ഞു. ആ വലിയ ഇരുണ്ട കോട്ടയിൽ തന്റെ അമ്മാവനായ ഡേമോൺ ടാർഗറിയന്റെ അറുത്തുമാറ്റിയ ചോരയൊലിക്കുന്ന തല ഒരു വലിയ ഇരുമ്പുകമ്പിയിൽ കോർത്തുവച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ട് നമ്മൾ ആ വിജയം ആഘോഷിക്കുമെന്ന് അവൻ വളരെ ക്രൂരമായ സ്വരത്തിൽ പറഞ്ഞു. ദൂരെ ഗള്ളറ്റിന്റെ തീരത്തിനടുത്ത് ഉൾഫ് ആ വെളിച്ചത്തിൽ നിന്ന് മാറി ഇരുണ്ട കുറ്റിക്കാട്ടിലേക്ക് നടന്നു. കനത്ത ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു വലിയ കറുത്ത ആടിനെ കണ്ട മാത്രയിൽ അവന്റെ ഉള്ളിലെ ധൈര്യം ചോർന്നുപോയി. ഈ അജ്ഞാതമായ കാട്ടിലെ കാത്തിരിപ്പ് അർത്ഥശൂന്യമാണെന്നും ഉടൻ തന്നെ ഇതെല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ ഡ്രാഗൺകളുടെ പുറത്തേറി ഡ്രാഗൺസ്റ്റോണിലേക്ക് മടങ്ങാമെന്നും ഹ്യൂ ഭയത്തോടെ പറഞ്ഞു. എന്നാൽ തങ്ങളുടെ രാജ്ഞിയുടെ നിർദ്ദേശങ്ങൾ എന്ത് വിലകൊടുത്തും അനുസരിക്കണമെന്ന് ആഡം അതിശക്തമായി വാദിച്ചു. അവരുടെ ആ തർക്കം കൊടുമ്പിരികൊള്ളുന്നതിനിടയിൽ മുകളിലുള്ള വലിയൊരു പാറക്കെട്ടിൽ തലയിൽ കൊമ്പുകൾ വെച്ച നിഗൂഢമായ ഒരു ഗ്രീൻമാനിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടത് അവരെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിച്ചു. ആ രൂപത്തിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാതെ അവർ വിറച്ചു നിൽക്കുമ്പോൾ ആ ഇരുളടഞ്ഞ നിഴലുകളിൽ നിന്ന് ദുരൂഹതകൾ നിറഞ്ഞ ആലിസ് റിവേഴ്സ് അവരുടെ മുന്നിലേക്കിറങ്ങിവന്നു. അവരെ പരിഹസിക്കുന്ന രൂപത്തിൽ നോക്കിക്കൊണ്ട് അവർ ഈ കാട്ടിൽ സമയം കളയുകയാണെന്നും യഥാർത്ഥ യുദ്ധം ഇപ്പോൾ ഡ്രാഗൺസ്റ്റോണിൽ കത്തിപ്പടരുകയാണെന്നും അവൾ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ പറഞ്ഞു. ആ ദുർമന്ത്രവാദിനിയുടെ വാക്കുകളും ആ അന്തരീക്ഷത്തിലെ ഭയാനകമായ നിശബ്ദതയും താങ്ങാനാവാതെ സമനില തെറ്റിയവനെപ്പോലെ ആൽഫ് ആ കൊടുങ്കാടിന്റെ ഇരുട്ടിലേക്ക് വീണ്ടും ഓടിമറഞ്ഞു. അതോടെ ആ 3 പേരുടെ സംഘം അവിടെ പൂർണ്ണമായും ശിഥിലമായി. കോട്ടയുടെ കൂറ്റൻ കൽച്ചുവരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടിക്കുന്ന ഒരു നിശബ്ദത തളംകെട്ടി നിൽക്കുന്നതിനിടയിലാണ് ദൂരെ എവിടെയോ നിന്നും ഒരു ഡ്രാഗണിന്റെ ഹൃദയം പിളർക്കുന്ന അലർച്ച കേട്ടത്. പെട്ടെന്ന് ആ വലിയ മുറിയുടെ ഭാരമേറിയ മരവാതിലുകൾ അതിശക്തിയായി തള്ളിത്തുറന്നുകൊണ്ട് ബലക്കിതപ്പോടെ അവിടേക്ക് വേഗത്തിലോടിവന്നു. കിഴക്കുതിക്കിൽ ഉദിച്ചുയരുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ ശത്രുക്കളുടെ എണ്ണമറ്റ വലിയ കപ്പലുകൾ ഗള്ളറ്റിലേക്ക് ഇരച്ചുകയറിക്കൊണ്ടിരിക്കുകയാണെന്നും അവിടെ ഭയാനകമായ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്നും അവൾ ഭയത്താൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ആ മുറിയിലെ അന്തരീക്ഷം പൂർണ്ണമായും മാറിമറിഞ്ഞു. ശത്രുക്കൾ തങ്ങൾക്കായി ഒരുക്കിയ ആ വലിയ കെണി കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ റേനീറ യാതൊരു മടിയുമില്ലാതെ താൻ നേരിട്ട് ആ യുദ്ധമുഖത്തേക്ക് പോകുകയാണെന്ന് വളരെ ഗാംഭീര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു. ഇത് കേട്ട് വലിയ നടുക്കത്തോടെ അങ്ങോട്ട് പോകരുതെന്ന് ജെയ്സ് അമ്മയോട് ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്ന റയനീറ താൻ കേൾക്കാത്തതായി ഇനി നിനക്കൊന്നും പറയാനില്ലെന്ന് വളരെ പരുക്കൻ സ്വരത്തിൽ അവനോട് പറഞ്ഞു. നിങ്ങൾ അവിടെ വെച്ച് മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ അതിയായ ഭയത്തോടെ ചോദിച്ചു. ആ നിമിഷം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് അവസാനം ഈ സാമ്രാജ്യത്തിന്റെ രാജാവാകാമല്ലോ എന്ന് അവൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ പറഞ്ഞു. തന്റെ യുദ്ധത്തിനുള്ള വസ്ത്രങ്ങൾ ഉടൻ കൊണ്ടുവരാൻ കാവൽക്കാരോട് ആജ്ഞാപിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷം ആ വലിയ മുറിയിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജെയ്സ് അവിടെയുണ്ടായിരുന്ന ക്വീൻസ് ഗാർഡിനോട് ഒരു വലിയ കൽപ്പന നൽകി. ഈ വലിയ വാതിലുകൾ അടച്ചുപൂട്ടണമെന്നും രാജ്ഞിക്ക് അവളുടെ സമനില വീണ്ടുകിട്ടുന്നതുവരെ അവളെ ആ മുറിക്കുള്ളിൽ തന്നെ തടഞ്ഞുവെക്കണമെന്നും അവൻ അതിശക്തമായി പറഞ്ഞു. സ്വന്തം രാജ്ഞിയുടെ ആജ്ഞകളെ ധിക്കരിക്കാൻ കഴിയില്ലെന്ന് സർ ലോറന്റ് വലിയ ആശയക്കുഴപ്പത്തോടെ പറഞ്ഞു. എന്നാൽ രാജ്ഞിയെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന് സത്യം ചെയ്ത നൈറ്റാണ് നിങ്ങളെന്നും അവളിൽ നിന്നുതന്നെ അവളെ സംരക്ഷിക്കാൻ രാജ്ഞിക്ക് പകരം നിങ്ങളുടെ ജീവൻ നൽകാനും നിങ്ങൾ ബാധ്യസ്ഥനാണെന്നും ജെയ്സ് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു. ഈ ആജ്ഞ പിൻവലിക്കണമെന്നും ഇതൊരു വലിയ രാജ്യദ്രോഹമാണെന്നും ബൈല അവനോട് അപേക്ഷയോടെ പറഞ്ഞു. എന്നാൽ അമ്മ തന്റെ ഉപദേശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞെന്നും തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെന്നും അവൻ സങ്കടവും ദേഷ്യവും കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് റൂക്സ് റെസ്റ്റിൽ സംഭവിച്ചതുപോലെയുള്ള വലിയൊരു ചതിയാണെന്നും രാജ്ഞിയെ നേരിട്ട് പുറത്തുകൊണ്ടുവരാനുള്ള ശത്രുക്കളുടെ വലിയ കെണിയാണെന്നും അവൻ പറഞ്ഞു. അവർ ഇതിനോടകം തന്നെ തന്റെ സഹോദരനെ കൊന്നുവെന്നും ഇനി തന്റെ അമ്മയെക്കൂടി അവർക്ക് വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ലെന്നും അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നമ്മളിതിനായി എപ്പോഴും തയ്യാറായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾക്കുവേണ്ടി ഈ വലിയ യുദ്ധം ജയിക്കാൻ തന്റെ കൂടെ വരണമെന്ന് അവൻ ബൈലായോട് പറഞ്ഞു. വലിയൊരു ഇരുമ്പുഗോളം താഴേക്ക് വീഴുന്നതുപോലുള്ള അതിഭയാനകമായ ശബ്ദത്തോടെ ആ മുറിയുടെ കനത്ത മരവാതിലുകൾ റേനീരായുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. പുറത്തുനിന്ന് ആ വാതിലുകൾ വലിയ ഇരുമ്പുതാഴിട്ട് പൂട്ടുന്ന ശബ്ദം ആ തണുത്ത കൽച്ചുവരുകൾക്കുള്ളിൽ ഒരു മരണമണി പോലെ മുഴങ്ങിക്കേട്ടു.
അക്ഷരാർത്ഥത്തിൽ ഒരു തടവുകാരിയായി മാറിയ അവൾ ആ വലിയ ഇരുമ്പുവാതിലുകളിൽ തന്റെ കൈകൾ മുഴുവൻ ചോരപ്പൊടിയും വരെ അതിശക്തിയായി ആഞ്ഞടിച്ചു. വാതിൽ തുറക്കാൻ അവൾ സേർ ലോറന്റിനോട് അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ രാജ്ഞിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രിൻസ് ജക്കേരീസിന്റെ കർശനമായ കൽപ്പനയുള്ളതുകൊണ്ട് തനിക്ക് ആ വാതിൽ തുറക്കാൻ കഴിയില്ലെന്ന് അയാൾ വാതിലിനു പുറത്തുനിന്ന് വളരെ സങ്കടത്തോടെ പറഞ്ഞു. ആ നിമിഷം അവളുടെ ഉള്ളിലെ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആ വലിയ മരവാതിലിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ട് ആ വാതിൽ തുറക്കാൻ അവളൊരു ഭ്രാന്തിയെപ്പോലെ അലറിവിളിച്ചു. ഉപ്പുകാറ്റും കരിഞ്ഞ മാംസത്തിന്റെയും ചോരയുടെയും ഗന്ധവും നിറഞ്ഞ വിശാലമായ കടലിൽ വലിയ കപ്പലുകൾ പരസ്പരം ഇടിച്ചുതകരുന്നതിന്റെ അതിഭയാനകമായ ശബ്ദം ആകാശത്തേക്ക് ഉയർന്നു. തീമഴ പോലെ പെയ്യുന്ന അമ്പുകൾക്കിടയിലൂടെ മനുഷ്യരുടെ ഹൃദയം പിളർക്കുന്ന നിലവിളികൾ ആ വലിയ തിരമാലകളുടെ ഇരമ്പലിനെപ്പോലും മറച്ചുകളഞ്ഞു. സീസ്നേക്ക് എന്ന ഭീമാകാരമായ കപ്പലിന്റെ മുകൾത്തട്ടിൽ ശത്രുക്കൾക്ക് നേരെ അമ്പുകൾ തൊടുക്കാൻ ഏലിൻ അതിശക്തമായി പറഞ്ഞു. വായുവിനെ കീറിമുറിച്ചുകൊണ്ട് ശരവർഷം ശത്രുക്കളുടെ കപ്പലുകളിലേക്ക് പതിക്കുന്നതിനിടയിൽ അടുത്ത ആജ്ഞകൾ നൽകാനായി കാവൽക്കാർ കപ്പലിന്റെ തട്ടിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും വേഗത്തിൽ ഓടി നടന്നു. കപ്പലുകൾ ഒരിടത്തു മാത്രം കൂട്ടം കൂടി നിൽക്കാതെ ശത്രുക്കളെക്കൊണ്ട് തങ്ങളെ പിന്തുടരാൻ പ്രേരിപ്പിക്കണമെന്ന് ഗാംഭീര്യമുള്ള സ്വരത്തിൽ ലോർഡ് കോർലിസ് പറഞ്ഞു. പെട്ടെന്നാണ് പുക നിറഞ്ഞ ചക്രവാളത്തിൽ ബിച്ചിയഫിസ്റ്റ് എന്ന ശത്രുക്കളുടെ പ്രധാന കപ്പൽ അവരുടെ കണ്ണിൽപ്പെട്ടത്. ആ കപ്പലിന്റെ അമരത്ത് ലോഹാറാണെന്ന് മനസ്സിലാക്കിയ കോർലിസിന്റെ കണ്ണുകളിൽ 20 വർഷത്തെ പകയുടെ വലിയൊരു യുദ്ധക്കൊതി ആളിക്കെത്തി. അവൾ തങ്ങളെ കൃത്യമായി കാണത്തക്ക വിധം കപ്പൽ അവളുടെ നേർക്ക് പൂർണ്ണശക്തിയോടെ തിരിച്ചുവിടാൻ അയാൾ പറഞ്ഞു. മറുവശത്ത് ഇരമ്പിയാർക്കുന്ന തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അതിവേഗം മുന്നേറുന്ന തന്റെ കപ്പലിൽ നിന്നും സീസ്നേക്കിനെ കണ്ട മാത്രയിൽ ലോഹാറിന്റെ മുഖത്ത് വളരെ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. ആ വലിയ കപ്പൽ പിടിച്ചെടുത്താൽ ലഭിക്കുന്ന മുഴുവൻ നിധികളും എല്ലാവർക്കുമായി തുല്യമായി വീതിക്കുമെന്ന് അവൾ തന്റെ നാവികരോട് ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ കേവലം ഒരു കപ്പലിന് പിന്നാലെ മാത്രം പോകാതെ ഈ വലിയ യുദ്ധം മുന്നിൽ നിന്ന് നയിക്കണമെന്ന് ടൈലാൻ ലാനിസ്റ്റർ വലിയ പരിഭ്രാന്തിയോടെ പറഞ്ഞു. ഇത് കേട്ട് അവനെ പരിഹസിച്ചുകൊണ്ട് നിന്റെ രാജാവിന്റെ യുദ്ധം ജയിക്കാനാണോ താൻ ഈ വലിയ കടൽ താണ്ടി വന്നതെന്ന് ലോഹാർ ദേഷ്യത്തോടെ ചോദിച്ചു. 20 വർഷമായി തന്റെ പ്രിയപ്പെട്ട നാവികരെ വേട്ടയാടി കൊലപ്പെടുത്തിയ കോർലിസിനെ കൊലപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ വലിയ സഖ്യത്തിനു പിന്നിലെന്ന് അവൾ ഗർവോടെ പറഞ്ഞു. ഇന്ന് രാത്രി തങ്ങൾ ഹൈടൈഡിന്റെ ചാരത്തിലൂടെ നടക്കുമെന്നും ഡ്രിഫ്റ്റ്വുഡ് ത്രോണിൽ ഇരുന്നുകൊണ്ട് താൻ സാക്ഷാൽ സീസ്നേക്കിന്റെ ചെവികൾ ഭക്ഷണമാക്കുമെന്നും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ ആ ഭയാനകമായ വാക്കുകൾ കേട്ട് അതിയായി ആവേശഭരിതരായ അവളുടെ നാവികർ തങ്ങളുടെ ഇരുമ്പായുധങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ആ വലിയ രക്തച്ചൊരിച്ചിലിനായി ഒരൊറ്റ ശബ്ദത്തിൽ പ്രതികരിച്ചപ്പോൾ തങ്ങളുടെ കപ്പൽ ശത്രുക്കളെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ കൊണ്ടുപോകാൻ അവൾ അതിശക്തമായി പറഞ്ഞു. വലിയൊരു സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയായ ക്വീൻ റേനീര അപമാനത്താലും അതിയായ സങ്കടത്താലും തളർന്ന് ആ തണുത്ത തറയിൽ മുട്ടുകുത്തിയിരുന്ന വിങ്ങിക്കരയുകയായിരുന്നു. ഈ വലിയ സങ്കടം കണ്ടുനിൽക്കാനാവാതെ മുറിയുടെ ഒരു മൂലയിൽ നിശബ്ദയായി നിന്നിരുന്ന മൈസാരിയ വളരെ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. പ്രിൻസ് ജെയ്സ് തന്റെ അമ്മയെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്നും നിങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നതെന്നും മൈസാരിയ വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. സംരക്ഷിക്കുകയോ എന്ന ആ വാക്ക് കേട്ട മാത്രയിൽ റേനീരയുടെ ഉള്ളിലെ സങ്കടം അതിഭയാനകമായ ഒരു ദേഷ്യമായി മാറി. ഭയത്താൽ എപ്പോഴും തങ്ങളുടെ കുപ്പായങ്ങളിൽ മുറുകെ പിടിക്കുന്ന യാതൊരു ധൈര്യവുമില്ലാത്ത ആ സ്മോൾ കൗൺസിലിലെ ഭീരുക്കളായ അംഗങ്ങളിൽ നിന്ന് ഇത്തരം പ്രവൃത്തികൾ താൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എന്നാൽ തന്നെ സംരക്ഷിക്കാൻ താൻ ആരോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവൾ കണ്ണീരോടെ വലിയ ശബ്ദത്തിൽ പറഞ്ഞു. തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള തന്റെ ജീവൻ കാക്കാൻ പ്രതിജ്ഞയെടുത്ത തന്റെ സ്വന്തം ക്വീൻസ് ഗാർഡും അതിലുപരി താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ സ്വന്തം മകനും തന്നോട് ഈ വലിയ ചതി ചെയ്തത് അവൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ തന്നെ ഒരു തടവുകാരിയാക്കി മാറ്റിയെന്ന യാഥാർത്ഥ്യം അവളുടെ നെഞ്ചിൽ വലിയൊരു കുന്തം കുത്തിയിറക്കുന്നതുപോലെയാണ് അവൾക്കനുഭവപ്പെട്ടത്. തന്റെ സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാനാവാതെ ആ മുറിയുടെ ഒരു മൂലയിൽ തന്റെ പുതിയ രാജകീയ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വേലക്കാരിയെ അവൾ കണ്ടു. ആ പെൺകുട്ടിയുടെ കൈകളിൽ നിന്ന് ആ വലിയ വസ്ത്രം അവൾ അതിശക്തിയായി വലിച്ചുവാങ്ങി അവിടെ മേശപ്പുറത്തിരുന്ന മൂർച്ചയുള്ള ഒരു ഇരുമ്പുകത്തി കൈയിലെടുത്ത റേനീര തന്റെ ഉള്ളിലെ അടങ്ങാത്ത പക മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ആ വിലപിടിപ്പുള്ള വസ്ത്രത്തിലേക്ക് അതിക്രൂരമായി കുത്തിയിറക്കാൻ തുടങ്ങി. കാഴ്ചയിൽ തനിക്ക് ദുർബലയായ ഒരു സ്ത്രീയുടെ ശരീരമാണുള്ളതെങ്കിലും തന്റെ ഉള്ളിൽ സ്പന്ദിക്കുന്നത് ധീരനായ ഒരു രാജാവിന്റെ ഹൃദയവും ആത്മാവുമാണെന്ന് അവൾ പറഞ്ഞു. ശത്രുക്കളുടെ കപ്പലുകളാൽ പൂർണ്ണമായും വളയപ്പെട്ട സീസ്നേക്ക് വലിയൊരു തകർച്ചയെ നേരിടുകയായിരുന്നു. കപ്പലിന്റെ മുകൾ തട്ടിൽ തീജ്വാലകൾ പടർന്നുപിടിക്കുന്നതിനിടയിൽ ആകാശത്തെ പിളർന്നുകൊണ്ട് വലിയൊരു അലർച്ച കേട്ടു. പുകമറകൾക്കിടയിലൂടെ ജെയ്സും ബെയ്ലായും തങ്ങളുടെ വമ്പൻ ഡ്രാഗൺകളായ വെർമാക്സിന്റെയും മൂൺ ഡാൻസറിന്റെയും പുറത്തേറി താഴേക്ക് കുതിച്ചെത്തി. ആ നിമിഷം ആകാശത്തുനിന്ന് വലിയ തീമഴ പെയ്തിറങ്ങുകയും ശത്രുക്കളുടെ കപ്പലുകൾ നിമിഷനേരം കൊണ്ട് കത്തിയമരുകയും ചെയ്തു.
വലിയൊരു ഇരുമ്പ് കൊളുത്ത് അതിവേഗത്തിൽ വായുവിനെ കീറിമുറിച്ചുകൊണ്ടുവന്ന് വെർമാക്സിന്റെ ശരീരത്തിൽ ആഴത്തിൽ തറച്ചുകയറി. ആ ഭയാനകമായ മൃഗം വലിയ വേദനയോടെ അലറിക്കരഞ്ഞുകൊണ്ട് കടലിലേക്ക് പതിച്ചു. വലിയ ഇരുമ്പുവടങ്ങൾ ആ ഡ്രാഗനെ കടലിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചു താഴ്ത്താൻ തുടങ്ങിയ ആ ഭയാനകമായ നിമിഷത്തിൽ മൂൺഡാൻസർ വലിയൊരു തീജ്വാല പോലെ താഴേക്ക് കുതിച്ചെത്തുകയും ആ വലിയ വടങ്ങൾ തന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് കടിച്ചുമുറിക്കുകയും ചെയ്തു. മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട വെർമാക്സ് വീണ്ടും ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ശത്രുക്കളുടെ എണ്ണക്കൂടുതൽ മനസ്സിലാക്കിയ ലോർഡ് കോർലിസ് വലിയൊരു തന്ത്രം മെനഞ്ഞു. വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അപകടം പിടിച്ച ഡ്രാഗൺസ്റ്റോൺ പാസിലേക്ക് അതിവേഗത്തിൽ സീ സ്നേക്കിനെ തിരിച്ചുവിടാൻ അയാൾ ഏലിനോട് കർശനമായി പറഞ്ഞു. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇടുങ്ങിയ വഴിയിലൂടെ തന്നെ പിന്തുടർന്നു വരുന്ന ഭാരമേറിയ ശത്രുക്കളുടെ കപ്പലുകൾ കടലിനടിയിലെ പാറകളിൽ ഇടിച്ച് തകരുമെന്ന അയാളുടെ കണക്കുകൂട്ടൽ വളരെ കൃത്യമായിരുന്നു. തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ നാവികരോട് തുഴകൾ വേഗത്തിൽ വലിക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ കപ്പലിന്റെ അമരത്തേക്ക് വേഗത്തിൽ ഓടി. കോപത്താൽ സമനില തെറ്റിയ ലോഹാർ തന്റെ കപ്പലായ ബിച്ചിഎഫിസിനെ യാതൊരു ചിന്തയുമില്ലാതെ ആ ഇടുങ്ങിയ വഴിയിലേക്ക് തിരിച്ചുവിട്ടു. ഈ അപകടം പിടിച്ച വഴിയിലൂടെ മുൻപോട്ടു പോകരുതെന്നും കടലിന്റെ അടിത്തട്ട് നമുക്കറിയില്ലെന്നും ടൈലാൻ ലാനിസ്റ്റർ വലിയ ഭയത്തോടെ അവളോട് പറഞ്ഞു. എന്നാൽ കോർലിസിനോടുള്ള അടങ്ങാത്ത പകയിൽ കണ്ണുകാണാതിരുന്ന അവൾ അവനെ പൂർണ്ണമായും അവഗണിച്ചു. സീ സ്നേക്ക് വളരെ കഷ്ടപ്പെട്ട് ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നുപോയെങ്കിലും ലോഹാറിന്റെ ഭാരമേറിയ കപ്പൽ വലിയ ശബ്ദത്തോടെ കടലിനടിയിലെ പാറകളിൽ ഇടിച്ചു നിൽക്കുകയും പലകകൾ തകരുന്ന ഭയാനകമായ ശബ്ദം കേൾക്കുകയും ചെയ്തു. കപ്പൽ തകരുമെന്നുറപ്പായ ആ നിമിഷത്തിൽ യാതൊരു ദയയുമില്ലാതെ കപ്പലിന്റെ വലിയ നങ്കൂരങ്ങൾ മുറിച്ചുമാറ്റാൻ അവൾ തന്റെ നാവികരോട് പറഞ്ഞു. കപ്പലിന്റെ ഭാരം കുറയ്ക്കാനായി കനത്ത പടച്ചട്ടയണിഞ്ഞ സ്വന്തം സൈനികരെപ്പോലും അവൾ നിർദ്ദയം ആ ആഴക്കടലിലേക്ക് തള്ളിയിട്ടു. കനത്ത ഇരുമ്പിന്റെ ഭാരത്താൽ അവർ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോകുന്നത് അവൾ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ നോക്കിനിന്നു. ഭാരം കുറഞ്ഞതോടെ ആ പാറക്കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമായ ശത്രുക്കളുടെ കപ്പൽ അതിവേഗത്തിൽ സീ സ്നേക്കിന്റെ തൊട്ടുപിന്നിലെത്തി. രക്ഷപ്പെടാൻ കഴിയില്ലെന്നുറപ്പായപ്പോൾ ഒട്ടും ഭയമില്ലാതെ കപ്പൽ തിരിച്ച് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കോർലിസ് തന്റെ സൈനികരോട് കർശനമായി പറഞ്ഞു. ആയുധങ്ങൾ നിറച്ച ശത്രുക്കളുടെ കപ്പൽ വലിയൊരു കൊടുങ്കാറ്റുപോലെ വന്ന് സീ സ്നേക്കിന്റെ വശങ്ങളിൽ അതിശക്തിയായി ഇടിച്ചു. മരപ്പലകകൾ ചിതറിത്തെറിക്കുന്ന ശബ്ദവും മനുഷ്യരുടെ നിലവിളികളും ആ വലിയ കടലിലാകെ മുഴങ്ങിക്കേട്ടു. അവിടെയുള്ള എല്ലാവരുടെയും ശ്വാസം നിലപ്പിച്ചുകൊണ്ട് ആകാശം പിളരുന്ന ഭയാനകമായ അലർച്ചയോടെ വന്യനായ ഷീപ്പ് സ്റ്റീലറിന്റെ പുറത്തേറി റേന അവിടേക്ക് പറന്നെത്തിയത്. യാതൊരു പരിശീലനവും ലഭിക്കാത്ത ആ വന്യമായ ഡ്രാഗൺ പുറത്തിരിക്കുന്ന സവാരിക്കാരിയുടെ വാക്കുകൾ കേൾക്കാതെ തന്റെ മൃഗീയമായ ചോദനകൾക്ക് മാത്രം വഴങ്ങി ശത്രുവെന്നോ മിത്രമെന്നോ തിരിച്ചറിയാതെ താഴെയുള്ള കപ്പലുകൾക്കുമേൽ വലിയ തീമഴ പെയ്യിക്കാൻ തുടങ്ങി. ഭയന്നുവിറയ്ക്കുന്ന നാവികരുടെ ശരീരങ്ങൾ കരിഞ്ഞമരുന്നതിന്റെ രൂക്ഷഗന്ധം ആ തണുത്ത ഉപ്പുകാറ്റിൽ പടർന്നുപിടിച്ചു. തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന റേനായുടെ ഹൃദയം പിളർക്കുന്ന നിലവിളികളെ വകവയ്ക്കാതെ ആ വലിയ മൃഗം പെട്ടെന്ന് തന്റെ ശ്രദ്ധ മുഴുവനും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന മൂൺഡാൻസറിന് നേരെ തിരിച്ചു. തന്റെ സഹോദരി വലിയൊരു അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ജേസ് ഒട്ടും സമയം കളയാതെ വെർമാക്സിനെ ആ വലിയ ഡ്രാഗണിന്റെ മുന്നിലേക്ക് അതിവേഗത്തിൽ പറപ്പിച്ചു. സ്വന്തം പിതാവ് ആ ഇരുണ്ട തിരമാലകൾക്കിടയിൽ അപ്രത്യക്ഷനാകുന്നത് കണ്ടു നിൽക്കാനാവാതെ വലിയ രോഷം കൊണ്ട് സമനില തെറ്റിയ ഏലിൻ ഒരു ഭ്രാന്തനെപ്പോലെ പാഞ്ഞെത്തി ലോഹാറിനെ അതിശക്തിയായി ഇടിച്ച് കപ്പലിന്റെ വെള്ളം കയറിയ ഇരുളടഞ്ഞ അടിത്തട്ടിലേക്ക് വലിച്ചിട്ടു. ശ്വാസം മുട്ടിക്കുന്ന ആ ഉപ്പുവെള്ളത്തിൽ പരസ്പരം കാണാൻ പോലും കഴിയാത്ത ആ കൊടുമിരുട്ടിൽ അവർ തമ്മിൽ വലിയൊരു ജീവൻമരണ പോരാട്ടം നടന്നു. വെള്ളത്തിനടിയിൽ വെച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള കത്തി ലോഹാറിന്റെ ശരീരത്തിലേക്ക് യാതൊരു ദയയുമില്ലാതെ അവൻ ആവർത്തിച്ചു കുത്തിയിറക്കി. ആ ഭയാനകമായ വന്യമൃഗത്തിന്റെ പുറത്തിരിക്കുന്ന സവാരിക്കാരനെ കൊല്ലാൻ അവൻ വലറിയൻ ഭാഷയിൽ ഉറക്കെ അലറിക്കൊണ്ടു പറഞ്ഞു. എന്നാൽ ആ തീജ്വാലകളുടെ വെളിച്ചത്തിൽ ആ ഭയങ്കരനായ ഡ്രാഗണിന്റെ പുറത്ത് പ്രാണരക്ഷാർത്ഥം മുറുകെ പിടിച്ചിരിക്കുന്നത് തന്റെ സ്വന്തം ബന്ധുവായ റെഹനെയാണെന്ന് അവൻ അതിയായ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞു. അവളെ വധിക്കാതിരിക്കാൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് അവൻ പെട്ടെന്ന് വെർമാക്സിനെ വെട്ടിത്തിരിച്ചു. എന്നാൽ ആകാശത്തുവെച്ചുള്ള ആ അപ്രതീക്ഷിതവും വലിയതുമായ നീക്കം അവരെ വൻ അപകടത്തിലേക്ക് തള്ളിവിട്ടു. അവരെ ലക്ഷ്യമാക്കി ദൂരെ അവശേഷിച്ച ഒരു ട്രയർക്കി കപ്പലിൽ നിന്നുവന്ന വലിയൊരു ഇരുമ്പുകൊളുത്ത് കാറ്റിനെ കീറിമുറിച്ചുകൊണ്ടുവന്ന് വെർമാക്സിന്റെ നെഞ്ചിൽ ആഴത്തിൽ തറഞ്ഞുകയറി. ആ വലിയ ആയുധം നെഞ്ചിൽ തുളഞ്ഞുകയറിയ വേദനയിൽ ആ ഡ്രാഗൺ വലിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ചോരയൊലിപ്പിച്ച് താഴെയുള്ള തിരമാലകളിലേക്ക് അതിവേഗത്തിൽ പതിച്ചു. തന്റെ ജീവൻ രക്ഷിക്കാൻ ജെയ്സ് തന്റെ ശരീരത്തിലെ ബന്ധനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മുറിച്ചുമാറ്റി. ഉപ്പുവെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് പൊങ്ങിക്കിടക്കുന്ന മരപ്പലകകൾക്കിടയിലൂടെ അവൻ വലിയ പ്രയാസത്തോടെ വെള്ളത്തിനു മുകളിലേക്ക് നീന്തിവന്നു. ജീവവായുവിനായി അവൻ വായുവിലേക്ക് മുഖമുയർത്തി കനത്ത ശ്വാസമെടുക്കുന്ന ആ ഭയാനകമായ നിമിഷത്തിൽ ശത്രുക്കളുടെ കപ്പലിൽ നിന്ന് വന്ന നിരവധി അമ്പുകൾ വലിയ ശബ്ദത്തോടെ അവന്റെ മുതുകിലും നെഞ്ചിലും ആഴത്തിൽ തറച്ചുകയറി. വേദന കൊണ്ട് അവനൊന്ന് നിലവിളിക്കുന്നതിനു മുൻപ് തന്നെ
അവനിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തുവന്നില്ല. ചോര കലർന്ന ആ തിരമാലകൾക്കിടയിലേക്ക് അവന്റെ ശരീരം വളരെ സാവധാനം താഴ്ന്നു. കരിഞ്ഞ പുക നിറഞ്ഞ ആകാശത്ത് ചോര പുരണ്ട കടൽവെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ജെയ്സിന്റെ ജീവനില്ലാത്ത ശരീരത്തിനു മുകളിലൂടെ ഒന്നും ചെയ്യാനാകാതെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് മൂൺ ഡാൻസറിന്റെ പുറത്തിരുന്ന് വട്ടമിട്ട് പറക്കുന്ന ബേലയുടെ ഹൃദയം നുറുങ്ങുന്ന വലിയൊരു നിസ്സഹായതയുടെ കാഴ്ചയോടെ ആ ഭയാനകമായ യുദ്ധം അവിടെ അവസാനിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.